ഗുരുവായൂർ സീറ്റിനെ ചൊല്ലിയുള്ള തർക്കത്തിൽ കോൺഗ്രസിനെതിരെ വിമർശനവുമായി മുസ്ലിം ലീഗ് ജില്ലാ കമ്മിറ്റി. സീറ്റിൽ അവകാശവാദം ഉന്നയിച്ച് DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റിന്റെ പ്രസ്താവനയെ ലീഗ് ജില്ലാ കമ്മിറ്റി യോഗത്തിൽ വിമർശിച്ചു. ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുക്കാനാകില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് മുസ്ലിം ലീഗ് ജില്ലാ നേതൃത്വം. നടരാജ് പരശുറാം ചേരുന്നുണ്ട്. നടരാജ്, ഇന്നലെ മുതൽ തുടങ്ങിയതാണ് ഈ തർക്കം. ലീഗ് പ്രസിഡന്റ് ഇന്നലെ സംസാരിച്ചതാണ്, അതിൽ മാറ്റമൊന്നും ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട്. പക്ഷേ ലീഗിന്റെ തീരുമാനം എങ്ങനെയായിരിക്കും വരിക എന്ന് നമുക്കറിയാം. എന്തൊക്കെയാണ് ഇപ്പോൾ UDF-നകത്ത് ഗുരുവായൂർ സീറ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്ന തർക്കങ്ങൾ? ധന്യ, ഇന്നലെ രാവിലോടുകൂടി ഈ വിവരം പുറത്തു വന്നതിന് പിന്നാലെ ലീഗ് പ്രതികരിച്ച് തന്നെ സീറ്റ് വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്നാണ്. സീറ്റിൽ ലീഗ് തന്നെ മത്സരിക്കും, ഇതിനായുള്ള ചുമതലകൾ വീതിച്ചു തുടങ്ങി എന്നൊക്കെ തന്നെ കഴിഞ്ഞ ദിവസം ജില്ലാ പ്രസിഡന്റ് അറിയിച്ചിരുന്നതാണ്. ഇതിന് പിന്നാലെ ഇന്നലെ വൈകിട്ടാണ് ലീഗിന്റെ ജില്ലാ കമ്മിറ്റി യോഗം ചേർന്നത്. ഈ യോഗത്തിലാണ് ഇത് സംബന്ധിച്ച് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്ന് വന്ന പ്രസ്താവന അനുചിതമായി പോയി എന്ന തരത്തിലുള്ളൊരു പ്രതികരണം വന്നത്. സീറ്റിൽ അവകാശവാദം ഉന്നയിക്കുന്ന തരത്തിൽ DCC അധ്യക്ഷൻ ജോസഫ് ടാജറ്റ് നടത്തിയ പ്രഖ്യാപനം അനുചിതമായി പോയി എന്ന് അവർ പറയുന്നു. കഴിഞ്ഞ ദിവസമാണ് ജോസഫ് ടാജറ്റ് കൈപ്പത്തി ചിഹ്നത്തിൽ ഒരു സ്ഥാനാർത്ഥി ഗുരുവായൂരിൽ വരണമെന്ന് പ്രവർത്തകർ ആഗ്രഹിക്കുന്നുവെന്നും ഈ ആഗ്രഹം KPCC നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് എന്നും പ്രതികരിച്ചത്. ഇതിനെതിരെയാണ് ലീഗ് നേതൃത്വം അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. UDF-ലെ എല്ലാ ഘടകകക്ഷികളും ഒരുമിച്ച് നിന്ന് മുന്നേറ്റമുണ്ടാക്കിയ സ്ഥലമാണ് ഗുരുവായൂർ. ഈ കാര്യത്തിൽ DCC പ്രസിഡന്റ് നടത്തിയ പ്രതികരണം അനുചിതമാണ് എന്നാണ് ലീഗ് പറയുന്നത്. അതുപോലെ തന്നെ ഗുരുവായൂർ സീറ്റ് വിട്ടുകൊടുക്കില്ല. ഇത് സംബന്ധിച്ച് പാണക്കാട് തങ്ങളോട് ഇത് സംബന്ധിച്ച് തങ്ങളുടെ പരാതി പറയുമെന്നാണ് നേതൃത്വം അറിയിച്ചിരിക്കുന്നത്. അവർ ഇന്ന് തന്നെ തങ്ങളെ കണ്ട് ഈ നടന്ന ഡെവലപ്മെന്റുകളിൽ തങ്ങൾക്കുള്ള അതൃപ്തി അറിയിക്കും.